നമസ്കാരം. ഞാൻ ബിന്ദു വി മേനോൻ. മൈൻഡ് മാറ്റേഴ്സ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ ഞാൻ തൽക്കാലം ഒന്ന് നിന്ന് നിൽക്കുവാണെങ്കിലും ഇനിയൊരു പുതിയ വീഡിയോ ഇടണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ക്ലിക്കായത്. വേറൊന്നുമല്ല, നമ്മൾ എന്നും കേൾക്കുന്ന ഈ സൈബർ ക്രൈം തന്നെയാണ്. പലപ്പോഴും പല കഥകളും കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് അത്ര അറ്റാക്ക് അങ്ങനെ ഡയറക്റ്റ് ഒരു അറ്റാക്ക് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വന്ന ഒരു ചതിയെ പറ്റി ഞാൻ അറിയാനിടയായത്. വളരെ വിഷമത്തോടെ അവർ പറഞ്ഞു അവരുടെ മകളുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് വന്ന ഒരു കോള് അതനുസരിച്ച് അവർ ഒരു 10-40,000 രൂപ അവർക്ക് നഷ്ടപ്പെട്ടു. അത് ഞാൻ കേട്ടു. അവര് ഷോക്ക്ഡ് ആണ്. അവരിപ്പോഴും ആ ഷോക്കിൽ നിന്ന് റിലീഫ് ആയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എനിക്കൊരു കോള് വന്നു. അതൊരു ഫീമെയിൽ ആണ് വിളിച്ചിരുന്നത്. നോർത്ത് ഇന്ത്യൻ കോളാണ്. അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ 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 പേര് കൺഫേം ചെയ്തു, എൻ്റെ നമ്പർ കൺഫേം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ബോംബെയിൽ നിന്ന് തായ്ലാൻഡിലേക്ക്, തായ്ലാൻഡാണോ തായ്വാനാണോ എന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അവർ കൊറിയർ നിങ്ങൾ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെ ഞങ്ങളുടെ ഇതിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്തൊക്കെയോ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു കൊറിയർ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. കുറച്ച് നാൾ മുമ്പ് ഞാൻ നെറ്റിൽ വാട്സപ്പിൽ നിന്ന് ഒരു ഇത് സംഭവം അറിഞ്ഞിരുന്നു. ഒരു ഫാദറിന്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിന് ഇതുപോലെ ഒരു ത്രെട്ട് ഉണ്ടായതും അതിന് ഒരു സൈബർ എക്സ്റ്റോർഷൻ്റെ ഒരു കഥ, അതിനുശേഷം അദ്ദേഹം പിന്നെ ഒരു വെർച്വൽ അറസ്റ്റിലേക്ക് പോയതും അങ്ങനെ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായതും എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വായിച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഉടനെ അവരോടൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് സംഭവം ഇത് തന്നെയാണ്, ഇനി ഡ്രഗ്സ് ആണ് അത് എന്നൊക്കെ പറഞ്ഞ് ത്രട്ടനിങ് വരും, അതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി അവരിനി വിളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവർ രാവിലെ വിളിച്ചില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ സെയിം ലേഡി എന്നെ വിളിച്ചു. മാഡം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വിളിക്കാൻ പറ്റും, വിളിച്ചില്ലല്ലോ, എന്താണ്? ഞാൻ പറഞ്ഞു ഞാൻ റിപ്പീറ്റ് ചെയ്തു, ഞാൻ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല, ഒരു കൊറിയറും എന്നോട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ദാറ്റ് മീൻസ് സംബഡി ഈസ് ട്രൈങ് ടു യൂസ് യുവർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് തന്നെയായാലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, സോ ഐ ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫേം ആയിട്ട് പറഞ്ഞതുകൊണ്ട് അവർ ഒറ്റയടിക്ക് ആ ഫോണും കട്ട് ചെയ്തു. പിന്നെ അവരിൽ നിന്ന് ഒരു അറ്റാക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം കണ്ടു. ഒരു ഷാരൂഖ് ഖാന്റെ ഫേസ് പകുതി ഓളം മറച്ചിട്ട് ഒരു ഫേസ്. എന്താ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, എന്തിന്റെ സംഭവമാണോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് ഐഡന്റിഫൈ ദ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവമായിരുന്നു. അതൊരു ഇപ്പൊ ജനിച്ചൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഷാരൂഖ് ഖാൻ എന്ന്. അപ്പോൾ പസിൽസ് എല്ലാം വരാറുണ്ടല്ലോ, ഇങ്ങനെ മാത്സും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പസിൽസ് ഒക്കെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഞാൻ ചെയ്തു നോക്കാറുണ്ട്. അതേ ഒരു കൗതുകത്തിൽ ഞാൻ ഷാരൂഖ് ഖാൻ എന്നുള്ളത് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്നു. ഒരു പുരുഷന്റെ ശബ്ദമായിരുന്നു. അവർ ഇത് നോർത്ത് ഇന്ത്യൻ കോള് തന്നെയാണ്. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളൊരു ലക്കി ഡ്രോ ആയിരുന്നു, അത് ABC കമ്പനിയോ അങ്ങനെ എന്തൊക്കെ, ആ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അപ്പോൾ വായിച്ചിരുന്നില്ല എന്നുള്ള സത്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ലക്കി ഡ്രോ ചെയ്തിരുന്നോ? അപ്പൊ ആരെയാണ്, നിങ്ങളുടെ ആൻസർ എന്താണ്, അതൊന്ന് വേർഡിൽ പറയാമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഷാരൂഖ് ഖാൻ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിന്റെ റിസൾട്ട് ഞങ്ങൾ നാളെ പറയും, നാളെ നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടുന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനത് അപ്പൊ വിട്ടു മനസ്സിൽ. ഇന്ന് രാവിലെ എനിക്ക് ഇതുപോലെ ഒരു കോള് വരികയാണ്. ഈ സെയിം പേഴ്സൺ ഇന്നലെ വിളിച്ച ആള് പറയണു, മാഡം നിങ്ങൾ മറ്റേ ഇന്നലെ ഒരു ലക്കി ഡ്രോ ചെയ്തിരുന്നില്ലേ, ഷാരൂഖ് ഖാന്റെ സെലക്ട് ചെയ്തിരുന്നില്ലേ, നിങ്ങൾ അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ എനിക്ക് സംഭവം വളരെ വ്യക്തമായിട്ട് ക്ലിക്കായി. കാരണം ലോട്ടറി എന്ന് പറയുന്നത് ഞാൻ ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷെ ആരെങ്കിലും ഒരു സങ്കടം എല്ലാം പറയുമ്പോൾ ലേഡീസൊക്കെ പ്രായമുള്ളവരൊക്കെ വന്ന് നമ്മൾ ഒരെണ്ണമൊക്കെ എടുക്കും. അപ്പം 10 രൂപ പോലും എൻ്റെ അടുത്ത് കൂടെ പോവാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചു എന്നപ്പോഴത്തേന് എനിക്ക് സംഭവം മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി. അപ്പോൾ പറഞ്ഞു മാഡം അത് ഒരു കാറാണ് പ്രൈസ്, ഏതോ ഒരു കാറ് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. മക്കളൊക്കെ കേട്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലായേനെ. അല്ലെങ്കിൽ ക്യാഷാണ്, അപ്പോൾ ഏതാണ് വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷ് മതി.
അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ആധാർ കാർഡ്, ഞാൻ എൻ്റെ ആധാർ കാർഡ് കൊടുക്കണം. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അത് ഇതൊക്കെ വേണം. എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഇതൊന്നും പോരാണ്ട് ഒരു 1000 സംതിങ് റുപ്പീസ് സർവീസ് ചാർജ് ആയിട്ട് വേണം. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഇതൊക്കെ അയക്കാം. പക്ഷെ എനിക്ക് ഒരു നിങ്ങളുടെ കാര്യത്തിൽ ഒരു ക്രെഡിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. എനിക്ക് എൻ്റെ സൈബർ ഇതിൽ യൂണിറ്റിൽ എനിക്കൊരു പോലീസ് ഫ്രണ്ട് ഉണ്ട്. എനിക്ക് അദ്ദേഹമായിട്ടൊന്ന് വെരിഫൈ ചെയ്യണം. ഞാൻ വലിയ ഗമയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇതോടെ അങ്ങനെ അങ്ങ് പേടിച്ചു പോകുന്ന വിചാരിച്ച്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, എനിക്ക് ആ കോൺഫിഡൻസ് കാണുമ്പോഴാണ് ഇതിൻ്റെ അപകടത്തിൻ്റെ ആ ഒരു ഡെൻസിറ്റി, ആ ഒരു അപകടത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഗ്രാവിറ്റി മനസ്സിലാവണത്. എന്ത് കോൺഫിഡൻസിലാണ് അദ്ദേഹം പറയുന്നറിയോ? വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ഞാൻ തരാമല്ലോ, ഞാൻ ഇന്ന ആളാണ്, ABC കമ്പനിയിൽ നിന്നാണ്, എൻ്റെ ഐഡൻറ്റിറ്റി ഇത് നമ്പർ ഇതാണ്, ഞാൻ ബാക്കി എന്ത് ഡീറ്റെയിൽസ് വേണം മാമിന് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന്, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് വെറും തട്ടിപ്പ്, വേറെ ഇനി അവരെ തപ്പിപ്പിടിക്കാനൊന്നും നടക്കില്ല, ഇത് അവർക്ക് അത്രയ്ക്കും കോൺഫിഡൻ്റ് ആണ് അവർ പിടിക്കപ്പെടില്ല എന്നുള്ളത്, അതുകൊണ്ട് അത് വിട്ടുകളാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊന്ന് എൻ്റെ ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സൈബർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു പോലീസ് ഓഫീസറെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും രീതിയിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുമോ ഇവരെ. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ടാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അയാൾ എല്ലാ ഐഡൻറ്റിറ്റിയും തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല, ഈ ഐഡൻറ്റിറ്റിയിൽ പിന്നാലെ പോയാൽ ആരെയും പിടിക്കാൻ പോകില്ല, ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചു, മാഡം അത് കൺഫേം ചെയ്തോ, എന്താണ് തീരുമാനിച്ചത്, കാറ് വേണോ ക്യാഷ് വേണോ? ഞാൻ പറഞ്ഞു ക്യാഷ് മതി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ വേണം, ആധാർ കാർഡ് വേണം, അക്കൗണ്ട് നമ്പർ വേണം, ഫോട്ടോ വേണം, പിന്നെ ഒരു 1000 റുപ്പീസ് സർവീസ്, 1000 സംതിങ് റുപ്പീസ്. അപ്പോൾ 8 lakh rupees ആണ് കേട്ടോ ക്യാഷ്. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, 1000 സംതിങ് ആ രൂപ ഉണ്ടല്ലോ, അത് ആ 8 lakhs നിന്ന് എടുത്തിട്ട് എനിക്ക് ബാക്കി മതി. അല്ല, അത് 8 lakhs നിന്ന് ഞങ്ങൾ ഒരു രൂപ പോലും കട്ട് ചെയ്യണില്ല മാം, അത് വേറെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ജീവിച്ചൂടെ എന്ന് ഞാൻ ചോദിച്ചു. അതോടെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ആദ്യം. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധമൊക്കെ അങ്ങ് മാറി. അപ്പോഴാണ് ശരിയായ തനിനിറം പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അദ്ദേഹം എന്തൊക്കെയോ വേണ്ടാധീനങ്ങളൊക്കെ പറയാനുള്ള ശ്രമത്തിലേക്കായി, എന്തൊക്കെയോ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സഹതാപമുള്ളൂ ഇതെന്ന് പറഞ്ഞ് ഞാനും നല്ലൊരു ഇത് പറഞ്ഞ് ഗോ ടു ഹെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും എനിക്ക് കൂടുതൽ ഞാനിത് പറയാൻ കാരണം ആ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ ദിവസം ആ സീനിയർ സിറ്റിസന് സംഭവിച്ച ഒരു സംഭവം കൂടി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ എത്രമാത്രം നമ്മൾ എക്യുപ്ഡ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഗുണ്ടായിസം ഒന്നും ഈ ഫോണിൽ അറിയില്ല. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്നെ സീറോ ടെക്നോളജി എന്നാണ് പറയാറ്. ഞാൻ അത്യാവശ്യം സോഷ്യലൈസിങ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു പ്രൊഫഷൻ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് പോലും എൻ്റെ ഇതിലുള്ള അറിവെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് അറിവില്ലാഞ്ഞിട്ടോ അവർക്ക് ഉം, പിന്നെ എന്താ പറയുക, കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ അവരുടെ കാലമല്ല ഈ കാലം. ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ, ഇതിൻ്റെ അപ്ഡേഷൻസ്, ടെക്നോളജിയിൽ വന്നേക്കുന്ന അപ്ഡേഷൻസ്, ഇതെല്ലാം അവർ എത്രമാത്രം അവെയർ ആണെന്നുള്ളതാണ്. നമ്മൾ സന്തോഷത്തോടെ അവർക്ക് സ്നേഹത്തോടെ ഒരു ഹൈടെക് മൊബൈൽ വാങ്ങിക്കൊടുക്കും, അതിലെ എല്ലാ സംഭവങ്ങളും എല്ലാം ഫീച്ചേഴ്സും എല്ലാം പറഞ്ഞു കൊടുക്കും, അവരെ ഹാപ്പി ആക്കും, വീഡിയോ കാണാം, അത് കാണാം, ഇത് കാണാം, എല്ലാം പറയും. പക്ഷെ എത്രമാത്രം നമ്മൾ എക്യുപ്ഡ് ആക്കുന്നുണ്ട് അവരെ എന്നത് നമ്മളൊന്ന് ആലോചിക്കണം. അവരുടെ ആ ഒരു മാതൃസ്നേഹത്തിനെയോ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ വരുന്ന ആ നിഷ്കളങ്കതയോ ചൂഷണം ചെയ്യാൻ മകന്റെ ഫ്രണ്ട് അല്ലെ മകളുടെ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ മറ്റൊന്നും ചിന്തിക്കില്ല, അവർ കയ്യിലുള്ള പൈസ എടുത്തങ്ങോട്ട് സഹായിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചീറ്റിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഇന്റർനെറ്റിൽ പല ഇതുണ്ട്. ഇന്റർനെറ്റിൽ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്, നമ്മുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെക്യൂരിറ്റി സിസ്റ്റംസ് എന്തൊക്കെയെന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ വന്നേക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻസ്, ഇപ്പോൾ എൻ്റെ അറിവിൽ വന്നേക്കുന്ന AI വീഡിയോസാണ്. എൻ്റെ തന്നെ ഫേസ് വെച്ചിട്ട് വീഡിയോസ് ഇറക്കാൻ പറ്റും. അപ്പോൾ അവരുടെ മകനോ മകളോ ഒരു വീഡിയോയിൽ വന്നിട്ട് അമ്മ എനിക്ക് അത്യാവശ്യം, ഞാൻ ഇങ്ങനെ പെട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റൽ കേസ്, എനിക്ക് അത്യാവശ്യം ഇത്ര രൂപ വേണമെന്ന് ലക്ഷങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ ഇട്ട് കൊടുത്തു എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ടെക്നോളജിയിൽ വരുന്ന ഈ അപായങ്ങൾ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപായങ്ങളെ കുറിച്ച് നിങ്ങൾ എത്ര എക്യുപ്ഡ് ആക്കുന്നുണ്ട്, എത്രമാത്രം അവരെ അവെയർ ആക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ആലോചിക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ ആ ഒരു പിന്നെ എന്തൊക്കെയായാലും എൻ്റെ ഹസ്ബൻഡിനോടും അല്ലെങ്കിൽ എൻ്റെ ഇതുപോലെയുള്ള ഫ്രണ്ട് സർക്കിളിലും ഡിസ്കസ് ചെയ്യാതെ അബദ്ധത്തിൽ ഞാൻ ചെന്ന് ചാടില്ല. പക്ഷേ ഈ പ്രായമുള്ളവരെന്ന് പറയുമ്പോൾ അവർ ഈ ചതിക്കുഴികളൊന്നും അറിയാത്ത കുറച്ചുകൂടി ഇന്നസെൻ്റ് ആയിട്ടുള്ള ഈ ടെക്നോളജിയിലുള്ള അപാകതകൾ, അപായങ്ങൾ അത്രയ്ക്ക് അറിയില്ലാത്ത ആളുകളാണ്. അപ്പം
നമ്മൾ നമ്മുടെ പാരൻസിനെ, പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള പാരൻസിനെ വെൽ എക്യുപ്ഡ് ആക്കണം. വീട്ടിൽ നേരിട്ട് വരുന്നവരുടെ കാര്യങ്ങളെ സൂക്ഷിക്കണം. അവർ വീട്ടിൽ കയറ്റരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ആധാർ നമ്പർ കൊടുക്കരുതെന്നൊക്കെ നമുക്ക് വാട്സപ്പിൽ നിന്നൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ നേരിട്ട് ഒരു അവയർനെസ് ക്ലാസ് പോലെ അവർക്ക് എടുത്ത് ഏതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് നടക്കുന്ന അപകട സാധ്യതകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നി. ഇത്രയും കോൺഫിഡൻസോടുകൂടി ഓരോ ദിവസത്തെ ഗ്യാപ്പിലാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം രൂക്ഷമായിട്ടുണ്ടെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. താങ്ക് യു സോ മച്ച്.